സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളുടെ മുഖച്ഛായ മാറുന്നു. മൈ പോലീസ് സ്റ്റേഷൻ എന്ന പദ്ധതിയിലൂടെ പോലീസ് സംവിധാനത്തെ കൂടുതൽ ജനകീയമാക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ ലക്ഷ്യം. അതേസമയം ഓഗസ്റ്റ് 15 മുതൽ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാർക്ക് ചുമതല നൽകും. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനകീയമാക്കുന്നതിനും സമയബന്ധിതമായി സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനും വേണ്ടിയായാണ് പുതിയ കർമ്മ പദ്ധതിയായ മൈ പോലീസ് സ്റ്റേഷൻ നടപ്പാക്കുന്നതിലൂടെ ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്. കസ്റ്റഡി മർദ്ദനങ്ങളും കസ്റ്റഡി മരണങ്ങളും പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകാനും തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം ഓഗസ്റ്റ് 15 മുതൽ കേരള പോലീസ് സംവിധാനത്തിൽ പോലീസ് സ്റ്റേഷനുകളുടെ മുഖച്ഛായ മാറ്റുന്ന ഒരു കർമ്മ പരിപാടിക്ക് കേരള പോലീസ് നേതൃത്വം കൊടുക്കുകയാണ്. മൈ പോലീസ് സ്റ്റേഷൻ, എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന പുതിയ പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. കേരള പോലീസ് സംവിധാനത്തെ ജനങ്ങളുടെ സ്വന്തം സംവിധാനമാക്കി മാറ്റുന്ന ഒരു കർമ്മ പരിപാടിക്കാണ് രൂപം കൊടുക്കുന്നത്. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്രപരമായ പരിവർത്തനമാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയനാണ് മൈ പോലീസ് സ്റ്റേഷന്റെ കോർഡിനേഷൻ ചുമതല നൽകിയിരിക്കുന്നത്. ഓഗസ്റ്റ് 15 പുതിയ രൂപത്തിലും ഭാവത്തിലുമായിരിക്കും സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുകയെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാ പോലീസ് സ്റ്റേഷനും ഒരേ കളർ, ഒരേ പെയിന്റ്, ഒരേ രീതി, ഒരേ സംവിധാനം. അപ്പോൾ ഓഗസ്റ്റ് 15 കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും നവീകരിക്കപ്പെടുകയാണ്. കൂടാതെ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാർക്ക് നിയമനം നൽകാനും തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് SHOമാരായി സർക്കിൾ ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്ന തീരുമാനമെടുത്തിരുന്നു. ഇതിൽ സമൂലമായ മാറ്റം വരുത്തിക്കൊണ്ടാണ് പുതിയ പരിഷ്കാരം. അതേസമയം പോലീസ് സ്റ്റേഷനുകളിൽ അംഗബലം കുറവാണെന്നും ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.